അപ്പോൾ ഡേ 33-ലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതും ഗബ്രിയുടെയാണ്. ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബിഗ് ബോസ് വീട്ടിൽ ജീവിച്ച് വന്ന കൂട്ടത്തിൽ ഇന്ന ആളെ പോലെ ഒരിക്കലും ആകരുത്. കാരണം പറയുന്നുണ്ട്. അപ്പോൾ ഒരാളെ ചൂസ് ചെയ്യുന്നത് ജാസ്മിനെയാണ്, ഗബ്രി. അപ്പം എനിക്ക് ജാസ്മിനെ പോലെ ഒരിക്കലും ആവണ്ട. ജാസ്മിൻ 23 വയസ്സേ ഉള്ളൂ, പക്വതയുണ്ട്, ബോൾഡാണ്, നല്ല കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ജാസ്മിൻ എല്ലാം സഹിച്ച് നിൽക്കുന്ന ആ ഒരു ജാസ്മിൻ എനിക്ക് ആകരുത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അപ്പൊ അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് ജാസ്മിൻ ഈ ലെവലിലുള്ളത്. പിന്നെ രണ്ടുപേരും രണ്ട് ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരേ പാതയിൽ പോകാനും സാധിക്കാതെ വരുന്നൊരു സംഭവമുണ്ട്. പക്ഷെ ഈ സായി മഹാൻ വന്ന് ഉള്ളത് വെളിയിൽ നിനക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് അഫ്സലിന്റെ കാര്യങ്ങളെല്ലാം ഓതി കൊടുത്തോടുകൂടി ആകെ എന്താ പറയുക പിരിവിട്ട പോലെ ആയിട്ടുണ്ട് ജാസ്മിൻ. അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാകാം. അത് കഴിഞ്ഞ ദിവസം ഗബ്രിയോട് പറയുന്നുണ്ട്, നീ എന്നെ വിട്ടൊന്ന് പൊയ്ക്കോ, നിന്റെ ഗെയിമിങ്ങിൽ നീ നോക്ക്, ഞാൻ എങ്ങനെയെങ്കിലും നോമിനേഷനിൽ വന്നൊന്ന് പുറത്തു പോട്ടെ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്ത് പോകേണ്ടി വരുന്നെല്ലാം കഴിഞ്ഞ ദിവസം കുറേ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടി കണക്കിലെടുത്തിട്ടാണ് ഗബ്രി അത് ഓപ്പൺ ആയിട്ട് പറയുന്നത്, എനിക്ക് ഈ ജാസ്മിനെ പോലെ ഒരിക്കലും ആകരുത് എന്നുള്ളത്. കാരണം അവർ വരുന്ന സമയത്ത് പറഞ്ഞു വെച്ചത്, എന്ത് തന്നെ പ്രശ്നമാണെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, ആരും ആർക്ക് വേണ്ടിയും വിട്ടുകൊടുക്കില്ല, നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നവരെ ഒരുമിച്ച് തന്നെ നിൽക്കും, എല്ലാ പ്രതിസന്ധിയിലും ഒരുമിച്ച് തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞെടുത്താണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഗബ്രിയിൽ കണ്ടത്, ഗബ്രി പഴയ പോലെ തന്നെയാണ്. കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ജാസ്മിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ജാസ്മിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി. പക്ഷെ ജാസ്മിൻ എവിടേക്കോ ഒരുപാട് നെഗറ്റീവ് ഉള്ളതുകൊണ്ടും അഫ്സലിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പഴയ ജാസ്മിനായിട്ട് ഗബ്രിയോട് അത്തരത്തിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ടാണ് ഗബ്രി അങ്ങനെ പറയാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നി. സോ അതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ വരട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.